ലേക്ക് ക്ഷണിക്കുന്നു. സമയം 1 മണി കഴിഞ്ഞു. വിശപ്പിന്റെ വിളിയുമായി 3 പേർ കാത്തിരിക്കുന്നു. ഒരു അപ്പൂപ്പനും 2 കൊച്ചുമക്കളും. വീട്ടിലെ ഊണ് എന്ന സ്കിറ്റുമായി രംഗത്തെത്തുന്നവർ സിദ്ധാർത്ഥ കണിച്ചാൾ, അവിൻ നവി, തൻവിൻ ശിവൻ, ഗോപിക. വിശന്നിട്ട് വയ്യ മക്കളെ, ഇനി വന്നേ. എന്താ അപ്പൂപ്പ എന്നു പറ്റി? ചോറും കറിയും ആയോ? ഒന്നും ആയില്ല അപ്പൂപ്പ. അയ്യോ, എന്നാൽ ആ പത്രം ഇങ്ങെടുത്തേ. നാളെ പാമ്പുകൾ നിശ്ചലമാകും. പാമ്പുകളോ? അവർക്കും വേണ്ടി ഒരു റെസ്റ്റ്. പത്രം തന്നെ ഞങ്ങൾ നോക്കാം. പാമ്പുകളല്ല അപ്പൂപ്പ, പമ്പ് പമ്പ്, പെട്രോൾ പമ്പ്. ഓ, കണ്ണു പിടിച്ചില്ല. പത്രം ഒന്ന് വെച്ചേക്ക്. ആ റേഡിയോ ഒന്ന് വെച്ചേ. ആകാശവാണി കൊച്ചി എഫ്എം. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യമായി യേശുദാസ് മനസ്സിൽ പാടിയ പാട്ട്. റേഡിയോ നിർത്തിക്കേ മക്കളെ. എന്താ അപ്പൂപ്പ പാട്ട് കേൾക്കണ്ടേ? മനസ്സിൽ പാടിയ പാട്ട് പുറത്തു വരുമോ? നിങ്ങൾ എന്റെ ചെടിക്ക് വെള്ളം ഒഴിച്ചോ? രാവിലെ നല്ല മഴയായിരുന്നു അപ്പൂപ്പ. നിങ്ങൾ പറയണത് കേട്ട ഇവിടെ കുടിയില്ലെന്ന് തോന്നുമല്ലോ. എന്റെ കുടല് കരിഞ്ഞ മണമായിരിക്കും. മോളെ, ഇങ്ങി വന്നേ. ചോറിനെന്താ കറി? സാമ്പാറാ. ഇന്നലെ സാമ്പാറ്, ഇന്ന് സാമ്പാറ്. നമുക്ക് ഹോട്ടലിൽ പോയി കഴിച്ചാലോ? അത് വേണോ? അത് വേണം. എന്നാ ശരി. മോളെ, ഈ എണ്ണക്കുപ്പിയൊന്നും പുറത്തിടരുത്. വല്ല ഇൻകം ടാക്സുകാരും റെയ്ഡിന് വരും. അതന്നെ അങ്ങനെ ചോദിച്ചത്. അല്ല, ചോറൊക്കെ ഉണ്ട്. ഹോട്ടലിലെ പാത്രമൊക്കെ കഴുകി അരിയൊക്കെ അരച്ച് വരുമ്പത്തേക്ക് സമയമാവും. എന്നാ പെട്ടെന്ന് തിരിച്ചു പോന്നത്? മോളുടെ സാമ്പാറിന്റെ രുചി ഓർത്തപ്പോൾ പുറത്തു നിന്നും കഴിക്കാൻ തോന്നിയില്ല. എന്റെ സാമ്പാറിന് കുറ്റം പറഞ്ഞു പോയതല്ലേ? ഹോംലി ഫുഡ്. ചോറും സാമ്പാറും ഇവിടുത്തെ